തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന സജീവം. വ്യാഴാഴ്ച രാവിലെ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 1000-ലേറെ പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. വെസ്റ്റ് ബംഗാൾ, തലശ്ശേരി, പാലയാട് സ്വദേശികളാണ് പിടിയിലായത്. മയക്കുമരുന്നും MDMA-യും പോലെ തന്നെ പ്രത്യാഘാതം ഭീകരമാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനും. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വലിയ തോതിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിപണനം. നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ വ്യാഴാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിൽ സ്റ്റേഷനറി കടയുടെ മറവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 4 പേരെയാണ് പിടികൂടിയത്. സാധാരണ വെറ്റിലപ്പാക്ക് മുതൽ ഹൻസ്, കൂള് തുടങ്ങി പുത്തൻ പുകയില ഉൽപ്പന്നങ്ങളും ഇവരിൽ നിന്ന് പിടികൂടി. വെസ്റ്റ് ബംഗാൾ സ്വദേശി അക്തർ ജമാൻ പ്രമാണി, തലശ്ശേരി സ്വദേശി P. സുമേഷ്, പാലയാട് സ്വദേശികളായ വേണുഗോപാൽ, ജിവിനേഷ് എന്നിവരാണ് പിടിയിലായത്. ഇതിൽ വെസ്റ്റ് ബംഗാൾ സ്വദേശി ഇത് 2ാം തവണയാണ് പിടിയിലാകുന്നത്. ഇയാളിൽ നിന്ന് 6000-ലേറെ രൂപയും കണ്ടെടുത്തതായി ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ വിലങ്ങിൽ പറഞ്ഞു. അന്യസംസ്ഥാന തൊഴിലാളികളെയായിരുന്നെങ്കിൽ ഇന്ന് പിടിച്ചിരിക്കുന്നത് ലൈസൻസ് വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പാണ്. പിന്നെ താൽക്കാലികമായിട്ട് ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ട് ആ ഷോപ്പ് അടച്ച് പൂട്ടുന്ന നടപടികളാണ് കൈക്കൊള്ളുന്നത്. അതേമാതിരി തന്നെ ഫൈൻ നടപടികളും പിടിച്ചെടുത്ത സാധനങ്ങൾ കണ്ടിക്കറ്റ് ലാൻഡ്സ്കേപ്പിൽ എത്തിച്ച് അത് നശിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ നിത്യ മാധവൻ, PT ജോഷിമോൻ, ഡ്രൈവർ സുനിൽകുമാർ തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. 2 ആഴ്ച മുൻപും ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. ചട്ടലംഘനം നടത്തിയതിനാൽ സ്റ്റേഷനറി കടയുടെ ലൈസൻസ് 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും കട താൽക്കാലികമായി അടച്ചുപൂട്ടുകയും ചെയ്തു. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.